നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കൺകളെത്ര സൗന്ദര്യമേ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കൺകളെത്ര സൗന്ദര്യമേ. ചേർന്ന് പാടാം. നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. നീ എൻ്റെ സ്വന്തം യേശുനാഥ, യേശുനാഥ, യേശുനാഥ. ഞാൻ നിന്റെ സ്വന്തം, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കൺകളെത്ര സൗന്ദര്യമേ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കൺകളെത്ര സൗന്ദര്യമേ. സർവാംഗ സുന്ദരനായ യേശുനാഥ, സ്നേഹനാഥ, എൻ പേർക്കായി ക്രൂശിതനായ ജീവനാഥ, സ്നേഹകാന്ത. ചേർന്ന് പാടാം. സർവാംഗ സുന്ദരനായ യേശുനാഥ, സ്നേഹനാഥ, എൻ പേർക്കായി ക്രൂശിതനായ ജീവനാഥ, സ്നേഹകാന്ത. വീഞ്ഞിനേക്കാളും വീര്യമുള്ള നിന്റെ സ്നേഹത്താൽ നിറച്ചുവല്ലോ. വീഞ്ഞിനേക്കാളും വീര്യമുള്ള നിന്റെ സ്നേഹത്താൽ നിറച്ചുവല്ലോ. നീ എൻ്റെ സ്വന്തം, നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കൺകളെത്ര സൗന്ദര്യമേ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കൺകളെത്ര സൗന്ദര്യമേ. ഓ, ഇത്രയും സുരക്ഷിതമായ വേറെ സ്ഥാനം ഭൂവിലില്ല. ഇത്രയും സ്നേഹമുള്ളയാരും പാരിലില്ല. ഒരിക്കൽ കൂടെ, ഇത്രയും സുരക്ഷിതമായ, ഇത്രയും സുരക്ഷിതമായ വേറെ സ്ഥാനം ഭൂവിലില്ല.
സ്നേഹമുള്ള ആരും പാരിലില്ല. പിളർന്ന പാറയാം യാഹേ, നിന്റെ വിള്ളലിൽ മറഞ്ഞിടുന്നു. പിളർന്ന പാറയാം യാഹേ, നിന്റെ വിള്ളലിൽ മറഞ്ഞിടുന്നു. ശബ്ദമുയർത്തി നീ എന്റെ സ്വന്തം, നീ എന്റെ സ്വന്തം യേശുനാഥ. നീ എന്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കൺകളെത്ര സൗന്ദര്യമേ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന സൗന്ദര്യമേ. ഓ എപ്പോഴും എന്നെ നോക്കിയിടുന്ന സൗന്ദര്യമേ. എപ്പോഴും എന്നെ എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കൺകളെത്ര സൗന്ദര്യമേ. ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പുതിയ സർവീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവനെ ആരാധിക്കുവാൻ, അവനെ സ്തുതിക്കുവാൻ, അവനെ ആഘോഷിക്കുവാൻ, ആകർഷിക്കുവാൻ ഒരു പുതിയ അവസരം. ഹല്ലേലൂയ. ഇതൊരു സുവർണ അവസരമാണ്. ഇതിനെ മാക്സിമം ഇതിനെ യൂസ് ചെയ്യുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച നാം കേട്ടു, നാം പർവ്വതത്തിന്റെ കീഴിൽ നിൽക്കുന്നവരായിട്ടല്ല, സാന്നിധ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരായിട്ടല്ല, പക്ഷെ പർവ്വതത്തിന്റെ മുകളിൽ ഒരു വ്യക്തിത്വം വന്നിട്ടുണ്ട്. ആ വ്യക്തിത്വമായി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആ വ്യക്തിത്വമായുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ, ആ വ്യക്തിയെ നമുക്ക് അന്വേഷിക്കാം, ആ വ്യക്തിയെ ആഘോഷിക്കാം, ആ വ്യക്തിയെ നമുക്ക് ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നാം സ്തുതിക്കുവാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ആദ്യത്തെ ഗീതം, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. അതായത് പർവ്വതത്തിൻ്റെ കീഴിലുള്ളത് അല്ല, പർവ്വതത്തിൻ്റെ മുകളിൽ, ലോകത്തിൻ്റെ ഒരു സ്വാധീനവുമില്ലാത്ത, പ്രൈസ് ദി ലോർഡ്, ഞാനും അവനും അല്ലെങ്കിൽ നാമും അവനും മാത്രമുള്ള ഒരു ലോകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തുതിക്കാം, ആരാധിക്കാം, ആഘോഷിക്കാം. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി.
ഒരിക്കൽ പാപാന്ധകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്ത് നിന്നും. ഒരിക്കൽ പാപാന്ധകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തിൽ നിന്നും ഉയർത്തിയിന്നോളം എന്നെ നിർത്തിയവൻ. ഉയർത്തിയിന്നോളം എന്നെ നിർത്തിയവൻ. ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പടൻ ശില്പിയായി പണിത നഗരമതിൽ. പടൻ ശില്പിയായി പണിത നഗരമതിൽ. പടനോട് കൂടെ വാഴാൻ പോയാൽ മതി. പടനോട് കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ. ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ. ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും ഇണയാകും യേശുവോട് ചേർന്നാൽ മതി. ഇണയാകും യേശുവോട് ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം. എനിക്കെന്റെ യേശുവിനെ എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം. പടൻ ശില്പിയായി പണിത നഗരമതിൽ. പടൻ ശില്പിയായി പണിത നഗരമതിൽ. പടനോട് കൂടെ വാഴാൻ പോയാൽ മതി. പടനോട് കൂടെ വാഴാൻ പോയാൽ മതി. ഒരിക്കൽ പാപാന്ധകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തിൽ നിന്നും. ഒരിക്കൽ പാപാന്ധകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തിൽ നിന്നും ഉയർത്തിയിന്നോളം എന്നെ നിർത്തിയവൻ. ഉയർത്തിയിന്നോളം എന്നെ നിർത്തിയവൻ. ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശു. ഉയർത്തിയിന്നോളം ഉയർത്തിയിന്നോളം എന്നെ നിർത്തിയവൻ. ഉയർത്തിയിന്നോളം എന്നെ നിർത്തിയവൻ. ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശു. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം. പടൻ ശില്പിയായി പണിത നഗരമതിൽ. പടൻ ശില്പിയായി പണിത നഗരമതിൽ. പടനോട് കൂടെ വാഴാൻ പോയാൽ മതി. പടനോട് കൂടെ വാഴാൻ പോയാൽ മതി. എന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എന്റെ യേശുവിനെ കണ്ടാൽ മതി.
ആശ്രയം യേശുവത്രേ, സർവശക്തനാണെന്നേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം, എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാണെന്നേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹീനം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹീനം മതി, നിത്യജീവൻ മതി എനിക്ക്. ക്ഷാമത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും. നിന്നയിൻ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ. ചെന്ന് പാടാം. ക്ഷാമത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും. നിന്നയിൻ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. അയച്ച് ആഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും. നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ. കാക്കയെ അയച്ച് ആഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും. നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, യേശു മതി, തൻ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും, ഓ യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഓ യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി,
വരുമാന മാർഗങ്ങൾ തുറന്നു തരൂ. യേശു മതിയായവൻ. പാഴ്ചിലവുകളെ നീക്കിത്തരും, ഇല്ലായ്മകളെ മാറ്റിത്തരും. വരുമാന മാർഗങ്ങൾ തുറന്നു തരും. യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഓ യേശു മതി, തൻ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. ഓ യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കൊരു ഭവനം പണിതു തരും, ഹൃദയത്തിനാഗ്രഹം നിറവേറ്റിടും. പുതിയ വഴികളെ തുറന്നു തരും. യേശു മതിയായവൻ. എനിക്കൊരു ഭവനം പണിതു തരും, ഹൃദയത്തിനാഗ്രഹം നിറവേറ്റിടും. പുതിയ വഴികളെ തുറന്നു തരും. യേശു മതിയായവൻ. യേശു മതി, തൻ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, തൻ ക്രൂശ് മതി എനിക്ക്. ഓ യേശു മതി, ആ സ്നേഹം മതി, നിത്യജീവൻ മതി എനിക്ക്. ഓ താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവൻ. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. ഓ ദൈവത്തിനു സ്തോത്രം ചെയ്തിടുവിൻ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ, ഏകമായി വണങ്ങി പാടിടാമെന്നും ദൈവത്തിന്. ദൈവത്തിനു സ്തോത്രം ചെയ്തിടുവിൻ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ, ഏകമായി വണങ്ങി പാടിടാമെന്നും. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ, സ്തുതി. ഓ താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. നീട്ടിയ ഭുജത്താൽ ഇസ്രായേലിനെ വീണ്ടെടുത്ത് രക്ഷാനന്ദം നൽകി. ചെങ്കടപ്പിളർന്ന് തൻ ജനങ്ങളെ തങ്കനിലത്തൂടെ താൻ നടത്തിയേക്കാം. നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, നല്ലവനല്ലോ, താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. ഓ ജീവിതഭാരങ്ങൾ ഏറിയാലും ജീവനാഥൻ കൈവിടുകില്ല. എന്നെ നടത്തുവാൻ ശക്തനാം നീ, എത്ര നല്ലവൻ യേശുവേ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ, ഓ താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ,
വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെത്തും പ്രമോദമുണ്ടല്ലോ. യേശു മതി എനിക്കേശു മതി, എനിക്കേശു മതി, എനിക്കെന്നേക്കും. യേശു മതി എനിക്കേശു മതി, എനിക്കേശു മതി, എനിക്കെന്നേക്കും. എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. ചെന്ന് പാടാമോ? ഓ യേശു മതി എനിക്കേശു മതി, എനിക്കേശു മതി, എനിക്കെന്നേക്കും. എന്നേശു മാത്രം മതി 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 എനിക്കെന്നേക്കും. 24 മണിക്കൂർ എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. എന്നേശു മാത്രം മതി എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. 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 ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും എന്നപ്പനെ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും എന്നപ്പനെ. അങ്ങേക്കാൾ വേറെയും നീനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയും നീനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയും നീനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിൽ ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഫ്രൈഡേ സർവീസിലും ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ചേർന്ന ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവസാന്നിധ്യത്തെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയവും ദൈവവചനത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തയ്യാറാക്കാം. കാരണം ഈ മാസം നമ്മുടെ കണ്ണുകൾ കാണുന്നതിനപ്പുറം, നമ്മുടെ ചിന്തകളിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തത് അനുഗ്രഹിക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് ചില വിലയേറിയത് സ്വർഗം നമ്മുടെ മേൽ കൈമാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് സന്ധ്യാസമയം ചിലത് വിലയേറിയത് സ്വർഗം നമ്മുടെ മേൽ കൈമാറും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വചനത്തിൽ നിന്ന് പങ്കിടുവാനായി ഈ സഭയുടെ സീനിയർ പാസ്റ്ററും എൻ്റെ ആത്മപിതാവും പാസ്റ്റർ സന്തോഷ് വർഗീസിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നീ എൻ്റെ സ്വന്തം,
യേശുനാഥ ഞാൻ നിന്റെ സ്വന്തം, യേശുനാഥ നീ എൻ്റെ സ്വന്തം. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. Greetings to you all in the name of our Lord and Savior Jesus Christ, who is coming soon. ഒക്ടോബറിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. We are nearing to the last days of the month of October. 10ാം മാസവും നമ്മളെ വിട്ട് കടന്നു പോകാൻ ചില ദിവസങ്ങൾ മാത്രം. There are only few days remaining where this 10th month would get over. ഒരാഴ്ചയോടെ കഴിയുമ്പോൾ ഒക്ടോബർ നമ്മളെ വിട്ട് കടന്നു പോകും. And after few days, even the month of October will leave us. എത്ര മനോഹരമായ 10 മാസങ്ങൾ. All these 10 months were so wonderful. ദൈവം എത്ര അത്ഭുതകരമായി നമ്മളെ നടത്തി. How wonderfully God led us. ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ അനുഭവിച്ചു. We experienced the care of God. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം നമുക്ക് തന്നു. And God gave us everything that we need for our godliness and for our living. നമ്മുടെ കുടുംബങ്ങളെ ദൈവം പോറ്റി പുലർത്തി. God provided for our families. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ദൈവം നൽകി. God gave our children the strength that they need. നമ്മൾക്ക് ഒന്നിനും മുടക്കം വരുത്താതെ കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നു. And God didn't allow any lack to happen in our life, and He led us faithfully till now. വിശേഷാൽ ദൈവത്തിന് നന്ദി പറയുന്ന മാസമായി നമ്മൾ ഒക്ടോബർ മാറ്റി വെച്ചിരിക്കുക. And we separated the month of October as the month of gratitude. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. And that is why I am reminding you this again and again. അതുകൊണ്ട് ഈ ഓരോ മിനിറ്റുകളും കടന്നു പോകുന്നതനുസരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാൻ ശ്രമിക്കുക. So every moment as you spend your life, you should give thanks to the Lord and move ahead. നമ്മൾ കാണാത്ത ഒത്തിരി മണ്ഡലങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ ഫേവറും ദൈവത്തിൻ്റെ വിടുതലും അനുഭവിച്ചിട്ടുണ്ട്. And we have experienced the favor and the love of God in the ways that we have not yet seen. നമ്മുടെ മുൻപിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. We didn't know what happened in front of us. നമ്മുടെ ദൃശ്യമായ കണ്ണുകൾക്ക് അപ്പുറത്ത് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. We don't know what happened beyond our naked eyes. സാത്താന്യ മണ്ഡലങ്ങളിൽ ചലിക്കുന്ന മേഖലകളിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയത്തില്ല. We didn't know what happened in the dark realms. ദൈവത്തിൻ്റെ ക്ലൗഡ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മളെ എവിടെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തു നമ്മളത് വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. We haven't yet realized the protection that was provided to us by the glory and the cloud of God. അതുകൊണ്ട് നമ്മുടെ നന്ദി എത്ര നമ്മൾ പറഞ്ഞാലും അത് നമുക്ക് ഒരിക്കലും ധാരാളമാകത്തില്ല, അത് കുറവേ ആകത്തുള്ളൂ. So however we would try to thank the Lord, it will never be the maximum. It will just, we will have to keep continuing to thank the Lord. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിന് ചില മിനിറ്റുകൾ നന്ദി പറഞ്ഞ് ഇന്നത്തെ ഈ മീറ്റിംഗ് നമുക്ക് തിരുവചനത്തിന് ആഴങ്ങളിലേക്ക് കടക്കാം. So let us thank the Lord before we get into the word. Let us thank the Lord and be in a heart full of gratitude towards the Lord. ദൈവത്തിന് ഉള്ളു തുറന്ന് നന്ദി പറഞ്ഞാൽ Can you, with your whole heart, can you start thanking the Lord? നിങ്ങളുടെ കുടുംബം അടുത്തുണ്ടെങ്കിൽ അവരുടെ കരങ്ങൾ കോർത്ത് പിടിച്ച് ദൈവത്തിന് ചില മിനിറ്റുകൾ നന്ദി പറഞ്ഞു. If you have your family members besides you, then hold their hands and start thanking the Lord. ദൈവത്തിന് നന്ദി പറയുക. Start thanking the Lord. നന്ദിയുള്ള ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തിന് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. God loves a thankful heart. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. And a thankful heart is the character of God. കാരണം ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പോലും വില കൽപ്പിക്കുന്ന ഒരു ദൈവത്തെ ആ വചനം എഴുതിയിരിക്കുന്നു. Because in the word of God we see about a God who even honors when someone gives you a glass of water. നീ പറയുന്ന നിന്റെ വായിൽ നിന്ന് വരുന്ന സ്തുതിക്ക് സിംഹാസനത്തിന്റെ വില കൊടുത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. We serve a God who enthrones himself on the basis of a praise that we utter. നീ ഇടുന്ന ഓരോ ഓൾട്ടറിനും യാഗപീഠത്തിനും നിന്റെ ഓരോ നന്മയ്ക്കും സ്വർഗത്തെ ചലിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച് കാണിച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. And we serve a God who proved that your altars and your offerings can move the heavens. നമ്മുടെ യോഗ്യതകളല്ല ഇതിനൊക്കെ കാരണം. It is
it didn't happen because we were qualified. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം കിടക്കുന്ന ആ സ്നേഹമാണ് ഇതിനെയെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്നത്. But God accepts this because of the love that He has over our life. ദൈവം നമ്മുടെ മേലിട്ട സ്നേഹം, ആ സ്നേഹമാണ് നമ്മുടെ ഓരോ ചലനങ്ങളിൽ നിന്നും ദൈവത്തെ കൂടുതൽ നമ്മളോട് പ്രതികരിക്കാൻ വേണ്ടി ഒരുക്കുന്നു. The love that the Lord poured upon us is the reason that every actions that we do becomes pleasing to the Lord. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കിക്കേ, പിതാവായ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം രക്തം ഒരു പരിധിക്കപ്പുറം കടന്നപ്പോൾ സ്വപുത്രനെ തന്നത് പ്രകടിപ്പിച്ചു. So we see that God the Father, when His love for us, it went beyond a limit. He sent His only begotten Son for us. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ദൈവമാണ്. So our God is a God who expresses His love. ആ പ്രകടനം നിന്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. And you should understand that the expression of His love manifests in every realms of your life. അതുകൊണ്ടാണ് നമ്മൾ പലതും അനുഭവിക്കുന്നത്. And that is why we are experiencing many things. അതുകൊണ്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആകപ്പെടുന്നത്. That is why we stay protected. അതുകൊണ്ടാണ് നമ്മൾ പാപത്തിൽ നിന്ന് പുറത്തു വന്നത്. That is why we came out of sin. അതുകൊണ്ടാണ് നമ്മൾ നീതിമാൻ എന്നുള്ള പേരിന് യോഗ്യനായത്. That is why we were qualified to be called as righteous. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധൻ എന്ന വിളിക്ക് അർഹനായത്. That is why we become qualified to be for that holy calling. കൃപ ലഭിക്കാൻ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത നമുക്ക് കൃപ ലഭിച്ചത് ആ ലവിൽ നിന്ന്. To receive a grace you need a particular standard, and we didn't have that standard in our life, but we received that grace because of that love. അപ്പൊ അത്രയ്ക്ക് വിലയേറിയ കൃപയെ ഒരു വിലയുമില്ലാത്ത അർഹതയുമില്ലാത്ത നമ്മുടെ മേൽ വരേണ്ടതിനു വേണ്ടി ആ കൃപയ്ക്ക് മുമ്പ് നമ്മുടെ മേൽ വന്നതിൻ്റെ പേരാ ദൈവത്തിൻ്റെ ലവ്, അഗാപ്പെ. Amen. So for that grace that is precious, it to be poured upon us who are undeserving, before that grace is poured, there is something that came before that, that is the love of God, that is His agape. അപ്പം എന്തും നമ്മുടെ മേൽ വരുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം വന്നതത്ര ദൈവത്തിൻ്റെ സ്നേഹം. So it is the agape, the love of God that came upon us before anything else could be poured over our life. അപ്പോൾ അതിൻ്റെ മറുവശം പറഞ്ഞാൽ, So on the other hand, നിന്റെ ജീവിതത്തിൽ വന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിലെ കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ്. everything that was poured upon your life, the reason behind it is the love of God. ആ ലവിൻ്റെ പേരത്ര കർത്താവായ യേശു ക്രിസ്തു. And the love is a person, that is Jesus Christ. അപ്പം നീ അനുഭവിക്കുന്ന സകലതിൻ്റെയും കാരണം കർത്താവ്. So the reason of everything that you're experiencing is Jesus Christ. ആ കർത്താവിനെ നിനക്ക് ലഭിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച സംവിധാനത്തിൻ്റെ പേരാണ് ലവ്. And so that you can receive that Lord, for that God used a system that is called love. അപ്പൊ അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ, So pay attention. ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെ ഒരു വ്യക്തിയായി നമുക്ക് തന്നതിൻ്റെ പേരത്ര കർത്താവായ യേശു ക്രിസ്തു. And Jesus Christ is the person who revealed the depth of the love of God. അപ്പൊ നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റുമോ? So can we ever cease from thanking the Lord? അതുകൊണ്ട് ചില മിനിറ്റുകൾ അവന് നന്ദി പറഞ്ഞാൽ. So for a moment, can you start thanking the Lord? Thank you, Jesus. Thank you, Lord. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Lord. നന്ദി യേശുവേ. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Jesus. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ അടുത്തു വരുന്നു. Father, we come together unto thy presence. നിന്നെ ഒന്നുകൂടൊന്ന് ഓർക്കാൻ, To remember you once again, നിന്റെ സ്നേഹത്തെ ഒന്നുകൂടൊന്ന് ധ്യാനിക്കാൻ, to meditate on your love once again, നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതിനെ ഒന്നുകൂടൊന്ന് ഓർക്കാൻ, and to remember what you have done for us, O Lord. ഞങ്ങൾക്ക് ഒരു ദിവസം കൂടെ തന്നതിനാൽ സ്തോത്രം. Thank you that you gave one more day in our life for it, O Lord. കർത്താവേ, ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ നിന്നെ മഹത്വപ്പെടുത്തുന്നു. Lord, with a thankful heart we glorify your name. അപ്പാ,
ഈ ലോകത്തിൽ ഉള്ള സകലരെക്കാളും ശ്രേഷ്ഠമേറിയ പ്രതീക്ഷകൾ, പ്രത്യാശകൾ ഞങ്ങളെക്കുറിച്ച് അങ്ങയ്ക്കുണ്ടല്ലോ. Lord, in this entire world, you are the one who has great expectation and hope from us, O Lord. ലോകത്തിലുള്ള പലരും ഞങ്ങളെ കഴിവില്ലാത്തവർ, യോഗ്യതയില്ലാത്തവർ, അർഹതയില്ലാത്തവർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളവരാക്കി, ഏറ്റവും കൂടുതൽ പ്രത്യാശയുള്ളവരാക്കി ഞങ്ങളെ കർത്താവ് കണ്ട് തെരഞ്ഞെടുത്ത് അങ്ങയുടെ രാജ്യത്തിലാക്കിയതിനാൽ സ്തോത്രം. When many in this world said that we are not qualified, we do not deserve, and we are not good for anything, at that moment you counted us worthy and deserving, and you joined us into your kingdom, O Father. കർത്താവേ, ഓ ലോകത്തിലുള്ളവരത്ര ശ്രമിച്ചാലും പ്രാപിക്കാൻ കഴിയാത്ത സ്വർഗീയമായതും മുഴുവനും അനുഭവിപ്പാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിൻ്റെ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം. Lord, we thank you for that election that fell upon us, oh Lord, so that we could experience every heavenly thing that no one in this world could offer us. ലോകം മുഴുവനെ ശ്രമിച്ചാൽ ഒന്നുപോലും പ്രാപിക്കാൻ കഴിയത്തില്ല. എന്നാൽ സ്വർഗത്തിലുള്ളത് മുഴുവൻ പ്രാപിപ്പാൻ അങ്ങയുടെ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പദവിക്കായി സ്തോത്രം. If the world tries to do this, nothing can be received from it. But oh Lord, through your election, oh Father, we thank you that you helped us to experience everything of the heaven, oh Lord. ഒന്നുപോലും ഞങ്ങൾക്ക് മാറ്റിവെച്ചില്ലല്ലോ. You didn't keep anything aside from us. ക്രിസ്തുവിലൂടെ സകലതും ഞങ്ങൾക്ക് തന്നല്ലോ. Through Christ you gave us everything. അതിന് ഞങ്ങൾ നന്ദി പറയും. We thank you for it, O Lord. ഞങ്ങളുടെ ഒരു വാക്കിന്റെ നന്ദി കൊണ്ട് പറ്റത്തില്ല. We know this with one word of thanks it would not be ഒരു enough. ആയുസ് മുഴുവനും കൊണ്ട് അതിന് നന്ദി പറഞ്ഞാൽ ഒക്കത്തില്ല. With an entire lifetime also it won't be enough. പക്ഷെ ഞങ്ങൾ ഈ നിമിഷത്തിൽ ഒരിക്കൽ കൂടെ അതിനെ ഓർത്ത് നന്ദി പറയുന്നു. But this moment we want to remember it and we want to thank you, Lord. കർത്താവേ, ഞങ്ങളെ നീ സ്പർശിക്കണമേ. Lord, touch us, O Father. കർത്താവേ, ഞങ്ങളെ നീ ശ്രേഷ്ഠരതരെ നിണ്ണിയതിനാൽ സ്തോത്രം. Lord, we thank you that you chose us as the great ones, O Father. ഞങ്ങളെ നീ എക്സ്പാൻഡ് ചെയ്യുന്നതിനാൽ സ്തോത്രം. We thank you, Lord, that you are expanding us. ഞങ്ങളെ നീ രക്തം ചെയ്യാം മൾട്ടിപ്ലൈ വർദ്ധിപ്പിക്കുന്നതിനാൽ സ്തോത്രം. Lord, we thank you that you are going to multiply us. സ്വർഗീയ സിസ്റ്റത്തിനനുസരിച്ച് ഞങ്ങളുടെ രക്തം ചെയ്യാം വർധനവിനെ ദൈവം കൊണ്ടുവന്നതിനാൽ സ്തോത്രം. Lord, we thank you that you are going to multiply us based on the heavenly system, O Lord. ലോകം കാണുന്ന വർധനവല്ലല്ലോ നീ ഞങ്ങളിൽ വെച്ചിരിക്കുന്നത്. Lord, you didn't allocate a multiplication for us according to the world's perspective. ലോകം കാണുന്ന എക്സ്പാൻഷൻ അല്ലല്ലോ വെച്ചിരിക്കുന്നത്. Lord, you didn't reserve a worldly expansion for us, O Lord. സ്വർഗത്തിലെ സ്പീഡിൽ, സ്വർഗത്തിലെ സ്റ്റാൻഡേർഡിൽ അത് നീ ഞങ്ങൾക്ക് തരുന്നതിനാൽ സ്തോത്രം. And we thank you that you are going to give it to us according to the heavenly standard, O Father. ഞങ്ങൾ അതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. We thank you, Daddy, and we praise you, Father. ഇന്ന് ഞങ്ങളെ നീ നിന്റെ മഹത്വത്തിന്റെ അടുത്ത തലങ്ങളിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നതിനാൽ സ്തോത്രം. Tonight we thank you that you are going to lead us into the greater realms of your glory. ഒരു വിശേഷപ്പെട്ട തലമുറയായി ഞങ്ങളെ നീ പുറത്തെടുക്കാൻ പോകുന്നതിനാൽ സ്തോത്രം. We thank you that you are going to bring us out as your unique generation. അപ്പാ, ലോകത്തിലെ ഏത് ശക്തിയും ഏതു മനുഷ്യനും നോക്കിയാൽ വ്യത്യസ്തത കണ്ടെത്തുന്ന രക്തം ജയം വിശേഷപ്പെട്ടത് കണ്ടെത്തുന്ന ഒരു തലമുറയാക്കി നീ ഞങ്ങളെ മാറ്റുന്നതിനാൽ സ്തോത്രം. We thank you, Lord, that you are transforming us into that unique generation, O Lord, on whom the world sees, when the world sees and would find difference and uniqueness in them. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. We surrender ourselves for it, O Lord. പ്രാർത്ഥന ഘട്ടത്തിന് Thank you for hearing our prayer. മഹത്വം അങ്ങേക്ക്. All glory to you, Lord. യേശുവിൻ നാമത്തിൽ. In Jesus Christ's name we pray. ആമേൻ. Amen, 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 amen. ദൈവാത്മാവ് എന്തോ ആഴത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചതാണ്.
Holy Spirit led me to pray deeply for you. That is why I prayed so. ആ പ്രാർത്ഥനയിൽ തന്നെ ഒരു ആത്മമണ്ഡലത്തിന്റെ തലം തുറന്നിട്ടുണ്ട്. And in the prayer itself, a spiritual realm was being opened for us. ദൈവാത്മാവുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നവർക്ക് അത് അനുഭവിക്കാൻ കഴിയും. And the ones who are sensitive and connected to the Holy Spirit, they could receive it. കഴിഞ്ഞ ആഴ്ച ദൈവം വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളോട് ഇടപെട്ടത്. Last week, the Lord encountered us in a very different way. ചിലർ അത് കഴിഞ്ഞ ആഴ്ചകളിൽ അനുഭവിച്ച സാക്ഷ്യം കേൾക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. And Lord helped me to hear the testimony of certain people who experienced the encounter. ചിലരുടെ പ്രാർത്ഥനകളിൽ ദൈവം ഇടപെട്ടതായി കേട്ടു. I heard that in some people's prayer, they experienced the Lord. ദൈവം ചിലരുടെ ദർശനങ്ങളിൽ ഇടപെട്ടതായിട്ട് ഞാൻ കേട്ടു. I heard the testimony that some people experienced God through their visions. ദൂരം വിഷയമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്. For Holy Spirit, distance is not a problem. കാരണം ദൈവാത്മാവിന് എവിടെയും ജനത്തെ യുണൈറ്റ് ചെയ്യാൻ കഴിയും. Because Holy Spirit can unite people from anywhere. ആത്മാവിൽ ഞാൻ ബോംബെയിലും നിങ്ങൾ മസ്കറ്റിലുമാണ്. So in spirit, right now you are in Muscat and I am in Mumbai. പക്ഷേ ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് കണക്റ്റ് ആകാൻ പറ്റും. But in spirit we can still be united. വലിയ ദൈവപ്രവർത്തികൾക്കായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. May the Lord prepare you for greater works of the Lord. പലയിടങ്ങളിൽ ഇരുന്ന് മസ്കറ്റിലും ഇന്ത്യയിലും പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് തിരുവചനം കേൾക്കുന്ന എല്ലാവരെയും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. And everyone who is joining with us from Muscat and from India and different parts of the country, we want to welcome you to the service in the name of our Lord. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് വിശേഷപ്പെട്ട ആലോചനകൾ തന്ന നമ്മളെ നടത്തി. And all these days the Lord has been giving his unique voice to us and he is leading us ahead. സഭകൾക്ക് കൈവിട്ടു പോയ കൂട്ടിമുട്ടലുകൾ, എൻകൗണ്ടറുകളുടെ ഒരു സ്ഫുല്ലിംഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അനുഭവിച്ചത്. So last week we experienced a dimension of an encounter that the churches have lost. പണ്ട് സഭകൾക്കുണ്ടായിരുന്നതും കുറച്ച് നാളുകളായി സഭയ്ക്ക് നഷ്ടപ്പെട്ടതുമായ ദൈവിക കൂട്ടിമുട്ടലുകളുടെ, ദൈവിക സന്ദർശനങ്ങളുടെ ചെറിയ ഒരളവാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അനുഭവിച്ചത്. Last week we experienced a depth of an encounter with the Lord that the churches have forgotten about, and the churches have been not able to experience the visitation of the Lord. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവും? How many of you could understand what I shared? നമ്മൾ പ്രാർത്ഥിക്കണം, ഇത് വല്ലപ്പോഴുമല്ല, എന്നും ഉണ്ടാകാൻ. We should pray that we just don't want encounters for just certain time, but we want to happen it continuously. നിരന്തരം ദൈവവുമായിട്ട് ഇടപഴകുന്ന ഒരനുഭവം, ദൈവവുമായിട്ട് കൂട്ടിമുട്ടുന്ന ഒരനുഭവം, ദൈവവുമായിട്ട് സഹകരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. We should pray that we would have that a lifestyle of continuous encounter with the Lord and experiencing the Lord throughout our life. നിങ്ങൾ നോക്കിക്കേ, ഇസ്രായേൽ ജനത്തോട് ചോദിച്ചാൽ എന്നും മേഘസ്തംഭത്തിൽ, എന്നും അഗ്നിസ്തംഭത്തിൽ അവർ ആയിരിക്കുന്നു. So if you ask Israelites, they would say that every day they are under the pillar of cloud and the pillar of fire. അവർ ഒരിക്കലും യോഗ്യരല്ല. They were never qualified for it. സങ്കീർത്തനക്കാരൻ പറയുന്നത് നീണ്ട 40 വർഷം ദൈവത്തിന് അവരോട് നീരസമായിരുന്നു. And the psalmist says that for 40 years the Lord was very disheartened for them. എന്നിട്ടും And still അവരോട് കൂട്ടിമുട്ടാൻ, അവരോട് സഹകരിക്കാൻ, അവരോട് ഇടപഴകാൻ ദൈവം തയ്യാറായിരുന്നു. And still the Lord was ready to encounter them and allow them to experience the presence of the Lord. അങ്ങനെയെങ്കിൽ And if it is so, യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം ജീവൻ കൊടുത്ത്, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നമ്മളോട് ഏറ്റവും കൂടുതൽ അവൻ ഇടപഴകാൻ ആഗ്രഹിക്കുന്നില്ലേ? So we should understand that Jesus Christ, who paid a price for us, who gave his own blood for us as a ransom, he desires to encounter us every day. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, ഞാൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. That is why Jesus said that I will intercede for you by sitting at the right hand side of my Father.
അതുകൊണ്ടല്ലേ ദൈവം തൻ്റെ ആത്മാവിന്, തൃത്വത്തിൽ മൂന്നാമനായ ആത്മാവിനെ യേശു കർത്താവ് ചെന്നിട്ട് നമുക്ക് വേണ്ടി വാങ്ങിച്ചയച്ചു തന്നു. And that is why Jesus Christ went up to heaven and then took and gave us the promised helper, the one who is third in the Trinity, that is the Holy Spirit. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം, ത്രിയേക ദൈവം നമ്മളുടെ കൂടെ സമയം ചെലവിടാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നല്ലേ? It means, it shows us the importance of how much the triune God desires to spend time with us. മനുഷ്യന്റെ ഉൽപ്പത്തിയിൽ അവനോട് കൂടെ ചെലവിടാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെ കാണാം. And we see a father who wants to spend time with the humankind from its beginning. ഓരോ കാലഘട്ടത്തിലും ഓരോ തലമുറയിലും വ്യത്യസ്തമായ രീതിയിൽ തൻ്റെ മക്കളുടെ കൂടെ സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിനെ കാണാം. And in every generation and as time passes by, we see a God that the God desires to spend time with his children in different ways. യാഗപീഠത്തിൽ ഇടപെടാൻ വരുന്നു. He comes to encounter them at altars. ആരാധനയിൽ ഇടപെടാൻ വരുന്നു. He comes to encounter them in worship. പ്രാർത്ഥനയിൽ ഇടപെടാൻ വരുന്നു. Comes to encounter them at prayer. അവർക്ക് രക്തം ചെയ്യാം, സമാഗമന കൂടാരം ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനകത്ത് അവരുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. And he desires to encounter them by allowing the tabernacle to be built in midst of them. ആലയം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. And the Lord desires to come into the temple and desires to spend time with them. ഇതൊന്നും പോരാഞ്ഞിട്ട് സ്വപുത്രനെ മനുഷ്യവേഷം എടുത്തിട്ട് കൂടെ പാർക്കാൻ 33.5 വയസ്സ് വിട്ടു തരുന്നു. And it was not enough, then the Lord sent his only begotten son into this earth and he allowed him to stay here for 33.5 years. അത് കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മളിൽ വസിക്കേണ്ടതിന് നമ്മളിൽ ഇരിക്കണം. അപ്പം രക്തം ചെയ്യാൻ വ്യക്തിത്വത്തിനകത്തു വരെ വന്നിരിക്കാൻ, വ്യക്തിപരമായി വരെ വന്ന് ഇടപഴകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ അപ്പോസ്തല പ്രവൃത്തി മുതൽ കാണുന്നു. And then we see from the Acts of Apostles about a God who desires to come and dwell in us personally and to become one with us. എന്നിട്ട് എത്ര നാളാ? And for how long? ആ പരിശുദ്ധാത്മാവ് നമ്മളെ കൂടെ ഇരുന്ന് നമ്മുടെ കൂടെ സമയം ചെലവിട്ട് നമ്മളെയും കൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നു. And this Holy Spirit will start staying with us and spending time with us, and it will lead us to our Lord. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവും കർത്താവായ യേശു ക്രിസ്തുവും കൂടെ നമ്മളെ പിതാവിൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. By handing us over to our Lord, and then Holy Spirit and our Lord Jesus Christ will take us to God the Father. എത്ര മനോഹരമാണെന്ന് ഓർത്ത്. How wonderful is this? ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം. Remember what I told you earlier? നമ്മൾ വന്നത് സ്വർഗത്തിൽ നിന്ന്. We came from heaven. നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് പിതാവായ ദൈവം. And God the Father brought us onto this earth. എന്നിട്ട് ഒരു മൺശരീരത്തിനകത്ത് ജീവൻ കൊടുത്ത് അതിനകത്തേക്ക് നമ്മളെ വെച്ചു. And then he made a body from the mud and then he breathed his life into it. ആ മൺശരീരത്തിനകത്ത് വെച്ച ജീവൻ അതത്ര കർത്താവായ യേശു. And the life that was breathed into that body, it was Jesus Christ. അപ്പോൾ ദൈവം മൺശരീരത്തിനകത്ത് ദൈവം ക്രിസ്തുവിന്റെ രൂപം വെച്ചു. So God allowed the likeness of Christ into that body that was made from dust. ദൈവത്തിന്റെ സ്വരൂപമാണ് കർത്താവായ യേശു ക്രിസ്തു. And Jesus Christ is the likeness of that God. പിതാവായ ദൈവത്തിന്റെ ഈ ഭൂമിയിൽ വന്ന സ്വരൂപമാണ് കർത്താവായ യേശു ക്രിസ്തു. And Jesus Christ is the manifested likeness of God the Father. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ ക്രിസ്തു ദൈവത്തെ കണ്ടിരിക്കുന്നു. That is why Jesus said, the one who has seen me has seen the Father. അപ്പൊ ചിന്തിച്ചേ,
So think about this. ഒരു മൺരൂപമുണ്ടാക്കി So God made a body from the dust, അതിനകത്ത് ദൈവത്തിന്റെ സ്വരൂപമായ ക്രിസ്തുവിനെ വെച്ചു. and the Lord placed the likeness of him, that is Christ, അത് ജീവനാക്കി അതിനകത്ത് വെച്ചു. and the Lord placed him as his life, അതിനെ തേജസ്സാക്കി അതിനകത്ത് വെച്ചു. and the Lord placed him as his glory. അപ്പം ആദമിൽ വെളിപ്പെട്ട തേജസ് എന്തോ അത് ക്രൈസ്റ്റായിരുന്നു. So what was the glory that was manifested in Adam? It was Christ. ആദമിൽ വെളിപ്പെട്ട ജീവൻ എന്തായിരുന്നു? അത് ക്രൈസ്റ്റായിരുന്നു. What was the life that was manifested in Adam? It was Christ. ആ ജീവന് മരണമില്ലായിരുന്നു. And that life never experienced death. ആദമിന്റെ ശ്വാസത്തിന് മരണമുണ്ട്. The breath that Adam received, it had death. മനുഷ്യൻ മരിച്ചോ നോക്കുന്നുണ്ടോ? ശ്വാസം പോയെന്നോ? So if we have to check that if that man has died, we check their breath. പക്ഷെ മരണം സംഭവിക്കാത്ത ഒരു പ്രാണനുണ്ട്, But ഒരു ആത്മാവുണ്ട്. he had a spirit that didn't experience death. ആ ആത്മാവ് ക്രിസ്തുവിന്റെ ആയിരുന്നു. And that spirit was of Christ. അതുകൊണ്ടാണ് മരിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരെല്ലാം ക്രിസ്തുവിൽ മറയുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. And that is why the saints who die in Christ, it is said that they hide in Christ. നിങ്ങൾക്ക് ഏകദേശം അത് പിടികിട്ടി കാണും. I believe that you could understand this. ഇത് പിതാവായ ദൈവം ഈ ഭൂമിയിലോട്ട് കൊണ്ടുവന്നിട്ട് ദൈവം അവന്റെ കൂടെ ചെലവിടാൻ ആഗ്രഹിക്കുന്നു സമയം. The God the Father brought this onto this earth, and then God desires to spend time with them. അതാണ് ഇന്നും വെയിലാറുമ്പോൾ തോട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. And that is what happened in every evening in that garden. പക്ഷെ തോട്ടത്തിന് പുറത്ത് ദൈവം എന്താ ചെയ്തത്? But outside the garden, what did God do? ആരാധനയിൽ വരാൻ തുടങ്ങി. God started coming to them through worship. അവർ പണിയുന്ന യാഗപീഠത്തിൽ പ്രതികരിക്കാൻ തുടങ്ങി ദൈവം. And God started responding to them to their altars. ജനറേഷനിൽ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടെ നടക്കാൻ തുടങ്ങി. And the ones who desired to walk with the Lord in that generation, God started walking with them. അന്വേഷിക്കുന്നവരുടെ കൂടെ ചലിക്കാൻ തുടങ്ങി. And the ones who wanted to seek for him, God started walking with them. പിന്നത്തേതിൽ ദൈവത്തിന്റെ ഒരു രാജ്യം സ്ഥാപിക്കാൻ നോക്കുന്നു. And then God is desiring to establish his kingdom. അബ്രഹാമിലൂടെ ഒരു രാജ്യത്തെ പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നു. And through Abraham, God is trying to bring out a nation. ആ നേഷനിൽ വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. And God desires to dwell in that nation. ആ നേഷൻ അവനെ കൊതിക്കാത്തപ്പോഴും അവരുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. Even when that nation was not hunger enough to dwell with him, but still God desired to dwell with them. എന്തെന്നറിയത്തില്ല, ഞാനിത് പറയുമ്പോഴേ കൂടെ വസിക്കാനെന്നുള്ള പാദം പറയുമ്പോഴേ അരികിൽ വന്ന് നിൽക്കുന്നവനെ ഞാൻ അനുഭവിക്കുക. I don't know, but when I am saying this word to dwell, in that word itself I experience someone who is very close to me right now. വസിക്കുന്നവൻ, The God who dwells. ആ വേർഡ് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. Can you repeat this word? എൻ്റെ കൂടെ വസിക്കുന്നവൻ. The God who dwells with me. അതുകൊണ്ടല്ലേ ആ പദം ഉപയോഗിച്ചേ, ഒരു നാളും ഞാൻ നിന്നെ കൈവിടത്തില്ല. That is why he used that word, that I will never leave you. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. And I will never forsake you. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. Until the end of the world, I will be with you. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താ പറഞ്ഞേ? നിന്നിൽ വസിക്കേണ്ടതിന്. And what is being said about the Holy Spirit? To dwell in you. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവമാണ്, ദൈവത്തിന്റെ മനസ്സാണ് കൂടെ വസിക്കുക. So to dwell with us is the character and the heart of God. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് ഈ പദത്തെ കയറി പിടിക്കാൻ എന്നോട് പറയാ. I don't know, but Holy Spirit is telling me to focus on this word more. ദൈവം നിന്റെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. God desires to dwell with you. വസിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. To dwell with you is the character of God. മനോഹരമായ സ്വർഗം ഉണ്ടായിട്ടും
Even though there was a beautiful heaven, ശ്രേഷ്ഠന്മാരായ ദൂതന്മാർ അവിടെ ഉണ്ടായിട്ടും, even though there are mighty angels in heaven, ഒരു ഡിസ്റ്റർബൻസും അവിടെ ഇല്ലാഞ്ഞിട്ടും, even though it is a place where no disturbances are there, നീ ആയിരിക്കുന്നിടത്ത് നിന്റെ കൂടെ ചെലവിടാൻ, നിന്റെ കൂടെ പാർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. the word of God shows us a God who desires to come in midst of you and wants to dwell with you. അത് സാന്നിധ്യമായി, It comes to you as his അത് presence, മഹത്വമായി, it comes to you as his glory, അത് തേജസ്സായി, comes to you as his glory, അത് കൃപയായി, it comes to you as his grace, അത് അഗാപ്പയായി, it comes to you as his agape, അത് നീതിയായി, it comes to you as his righteousness, അത് അവകാശമായി, it comes to you as his inheritance. നിന്റെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. And through all these things he desires to dwell in midst of you. അപ്പം നമ്മൾ മനുഷ്യരുടെ കൂടെ വസിക്കാൻ ഏത് നിലയിൽ മാറണമെങ്കിലും ദൈവം തയ്യാറാണ്. So God is ready to transform himself in any way in order to dwell with us. പ്രസൻസായി മാറും, He would transform into a presence. അത് മേഘമായി മാറും, അത് അഗ്നിയായി മാറും, It would also become as cloud or as a pillar of fire. അത് കാറ്റായി മാറും, അത് തണ്ടറായി മാറും, It may ഇടിനാദ ശബ്ദമായി മാറും. It may also become a wind, as a fire or as a thunder. അത് ക്ലൗഡായി മാറും, It may also become a cloud. അത് ശബ്ദമായി മാറും. It may also come to you as a voice. അത് പുതിയ നിയമത്തിലോട്ട് വന്നപ്പോൾ അത് അഗാപ്പയായി മാറി. And when we come into the New Testament, it comes to you as agape. അത് കൃപയായി വെളിപ്പെട്ടു. It manifested as grace. അത് നിനക്ക് നീതിയായി മാറി. It manifested as righteousness for you. അത് നിനക്ക് രക്തം ജയം ആദ്യജാതനായി മാറി. It manifested for you as the firstborn. നിന്റെ കൂടെ സഹപൗരനായി, ക്രിസ്തുവിന്റെ കൂടെ സഹപൗരനായി മാറ്റുന്ന തരത്തിലേക്ക് അത് മാറി. And it also changed into a way where you become a co-citizen with Christ. അപ്പം നമ്മുടെ കൂടെ ചെലവിടാൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം സമയം പറ്റുമോ അത്രത്തോളം സമയം ചെലവിടാൻ പറ്റുന്ന തരത്തിലേക്ക് ദൈവം മാറാൻ ആഗ്രഹിക്കുന്നു. So God desires to change in a way so that he can spend maximum time with us. ഇത് മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നു. I believe that you are receiving this മസ്കറ്റ് voice. ഇത് ദൈവശബ്ദം ഏറ്റെടുക്കുക. Muscat, this is the voice of God for you to receive it. കൂടെ വസിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. The Lord God desires to dwell with you. നീ അറിയാതെ വസിക്കാനല്ല, Not to dwell with you without your നീ knowledge. റെക്കഗ്നൈസ് ചെയ്യുന്ന തരത്തിൽ നിന്റെ കൂടെ വസിക്കാൻ. To dwell with you in a way where you acknowledge and recognize him. ഒന്നുകൂടെ ഞാൻ പറയുന്നു, I will repeat it for നീ you. അറിയാതെ വസിക്കാനല്ല, Not to dwell with you where you don't recognize നിന്റെ him. വിശ്വാസ മണ്ഡലം മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലല്ല, Not only in a way that your faith realm understands his presence, പകരം നീ അനുഭവിക്കത്തക്ക നിലയിൽ, but in a way where you experience റഖസിയ നീ റെക്കഗ്നൈസ് ചെയ്യത്തക്ക നിലയിൽ. in a way where you recognize him. അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാരെ പോലെ വിസിറ്റ് ചെയ്ത ദൈവം, The God who visited Abraham in the way of angels. യോബിന്റെ തീന്മേശയിൽ രഹസ്യത്തിൽ വന്നവന് കാണത്തക്കോണം വെളിപ്പെട്ട ദൈവം. The God who came to the table of Job and visited him as an invisible person. നോക്കാം, കർത്താവ് ഏത് ഏറിയയിലും നിനക്ക് അനുഭവിക്കത്തക്കവണ്ണം വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. So we have to understand that God desires to manifest himself in every way so that he can dwell with you. നമ്മൾ നോക്കിയപ്പോൾ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന് തീച്ചൂളി ഒരു പ്രോബ്ലമാറ്റിക് പ്ലേസാണ്, ഒരു പ്രശ്ന സ്ഥലമാണ്.
When we see that for Shadrach, Meshach and Abednego, the furnace of fire is a problematic place. പക്ഷെ ഞാനൊരു കാര്യം പറയാം, But I will tell one thing. അത് നെബൂഖദ്നേസറെ നിന്റെ രാജ്യത്തിനാണ് അതൊരു പ്രോബ്ലമാറ്റിക് പ്ലേസ്. Nebuchadnezzar, for your nation this fire is a problematic പക്ഷെ place. ദൈവത്തിന്റെ മക്കൾക്ക് അതൊരു പ്രോബ്ലമാറ്റിക് പ്ലേസ് അല്ല. But for children of God it is not a problematic place. അതുകൊണ്ട് അവർ ആ തീ കെടാൻ പ്രാർത്ഥിച്ചില്ല. That is why they never prayed that this fire would go off. അവര് പറഞ്ഞില്ല ഈ രേഖ ഒന്ന് തിരുത്തണമെന്ന്. They never told that let that decree against them would be rewritten. പകരം എന്താ പറഞ്ഞത്? What did they say? ഞങ്ങളുടെ ദൈവത്തിന് Our God, ഈ തീക്കകത്തുനിന്ന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. He can even deliver us from this fire. അപ്പൊ അതിന്റെ അർത്ഥം It means ഈ അഭിഷക്തര് പറയുകയാ, these anointed ones are saying ഈ തീക്കകത്തും ഞങ്ങളുടെ കൂടെ വരാൻ കഴിയുന്ന, വസിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. we have a God who can dwell with us even in this fire. അപ്പൊ അവര് പറഞ്ഞെന്താ? So what did they say actually? നിങ്ങൾ പ്രഖ്യാപിച്ച ഈ തീ കരിക്കുന്ന തീയ. So the fire that you declared, it is a fire that will burn us off. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ്. It is your experience. പക്ഷെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയാ, But we want to share our ഞങ്ങളുടെ experience. പിതാക്കന്മാർ Our കരിക്കാൻ forefathers, കഴിയാത്ത തീ കണ്ടിട്ടുണ്ട്. they have seen a tree that cannot burn you off. ഞങ്ങളെ വീണ്ടെടുത്ത് പുറത്തു കൊണ്ടുവന്ന മോശ, ക്രിസ്തുവിന്റെ നിഴലായ മോശ ഒരു തീ കണ്ടു. മുൾപടർപ്പ് കത്തുന്നുണ്ട്, പക്ഷെ അത് വേഗാത്ത ഒരു തീ. The Moses who redeemed us from Egypt, who is a parallel to Christ, he's had an encounter at the thorny bush where the fire was burning, but the thorny bush didn't turn into ashes. 40 വർഷം തീ സ്തംഭത്തിനകത്ത് നടന്നവരുടെ സന്തതികളാണ് ഞങ്ങൾ. We are the generation of our forefathers who walked in the pillar of fire for 40 years. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? How many of you can understand? ഒന്നുകൂടെ ഞാൻ ആ ദൂത് പറയട്ടെ. I will repeat that voice of God for you. അഗ്നി സ്തംഭത്തിനകത്ത് വസിച്ചവരുടെ മക്കളാണ് ഞങ്ങൾ. We are the generations of our forefathers who dwelt under the pillar of fire. അതുകൊണ്ട് ഒരു തീക്ക് ഞങ്ങളെ ഒതുക്കാൻ പറ്റത്തില്ല. So a fire cannot overcome us. അഗ്നിസ്തംഭത്തിൽ വസിച്ച മക്കളുടെ അപ്പനോട് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്, തീയിൽ കൂടി കടന്നാൽ വെന്തു പോകത്തില്ല. So the people who crossed, who journeyed under the pillar of fire, to the father of them a promise was given, the fire will never harm you. ഇസ്രായേൽ ജനം അഗ്നിസ്തംഭത്തിലൂടെ നടന്നു. The Israelites walked under the pillar of fire, അവരുടെ അപ്പനായ യാക്കോബിനോട് ദൈവം പറഞ്ഞു, and നിന്റെ തലമുറ തീയിൽ കൂടി കടന്നാൽ വെന്തു പോകത്തില്ല. and to their father Jacob the Lord promised that your generation will pass through fire, but they will never be turned into ashes. അത് പറഞ്ഞിട്ട് ദൈവം അവരുടെ തലമുറകളെ ട്രെയിൻ ചെയ്തു, എങ്ങനെയാ അഗ്നിസ്തംഭത്തിലൂടെ നടക്കേണ്ടത്. And after that the Lord trained his generation to walk under the pillar of fire. ഈ ചരിത്രമുള്ളവന്റെ മക്കൾ വിളിച്ചു പറയുക, ഈ തീയെ ഞങ്ങൾക്ക് പേടിയില്ല, ഈ തീക്കകത്തു വന്ന് ഞങ്ങളെ വിടുവിച്ച് പുറത്തെടുക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. The children who carry this legacy of their forefathers, they say that we do not fear this fire, but we know a God who can even come and dwell with us in this fire. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, So understand this. കാരാഗ്രഹവും രക്തം ചെയ്യും, തീച്ചൂളയും കടലും നദിയും ദൈവത്തിൻ്റെ മക്കൾക്ക് പ്രോബ്ലമാറ്റിക് പ്ലേസ് അല്ല, അത് ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന ഇടമാണ്. So we have to understand that prison and fire, the sea, all of this place is not a problematic place for a child of God, but it is a place where we stay closer to the Lord. മരുഭൂമി ലോകത്തിന് മരുഭൂമിയായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ മക്കൾക്ക് അത് മരുഭൂമിയല്ല. A wilderness is a wilderness to the world, but for the children of God it is not a wilderness. അതിന്റെ കാരണം എന്താ? Do you know what is the reason? മരുഭൂമിയുടെ സിസ്റ്റത്തെ തിരുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. Because there is a presence of the Lord that rewrites the system of the wilderness. പാറയെ വെള്ളം ഒഴുകുന്ന സ്ഥലമാക്കി മാറ്റുന്ന ഒരു സിസ്റ്റമുണ്ട്, അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. And the presence of the Lord is that system that turns the rock into a place from where the water will flow. ദൈവം ചില ഏരിയകൾ നിങ്ങളുടേത് കേറി തൊടുകയാ.
The Lord is touching some areas of your life. അപ്പൊ ദൈവം നിന്റെ കൂടെ വസിക്കാൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നു. So the Lord hungers and desires the most to dwell with you. ഇത് പിതാവായ ദൈവവും ആഗ്രഹിക്കുന്നു, പുത്രനായ യേശു ക്രിസ്തു ഇത് തന്നെ ചെയ്തു, പരിശുദ്ധാത്മ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് അവൻ്റെ കൂടെ പോയി വസിക്കാൻ പോകുന്നു. And the God the Father desires to dwell with you. Son Jesus Christ did it with us, and the Holy Spirit is continuing to do this with us, and one day we will reach His presence. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഈ ത്രിയേക ദൈവത്തിൻ്റെ കൂടെ വസിക്കും. So one day we will dwell with this triune God. Amen. അപ്പോൾ അവിടെ വസിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇവിടെ ആത്മാവിൽ നിനക്ക് കിട്ടിയ അവകാശമാണ് അവൻ്റെ കൂടെ വസിക്കുക, അത് നീ ഇവിടെ ട്രെയിൻ ചെയ്യണം. So the ones who desire to dwell with the triune God on that day, we have received that inheritance on this earth to dwell with Him, and we should undergo that training. മറ്റാർക്കും കാണാൻ പറ്റാത്തത് നിനക്ക് അനുഭവിച്ച് ജീവിക്കാൻ കഴിയും. അതാണ് ഈ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രത്യേകത. The uniqueness of this presence of God is that you can experience and see things that no one else can see. നീ വസിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ, because you are dwelling with God. പക്ഷെ മറ്റൊരാൾക്ക് അത് കാണാൻ പറ്റത്തില്ല. But the other person cannot see it. അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. That is the uniqueness of this age. അത് റിയാലിറ്റിയിൽ സംഭവിക്കാൻ പോകുന്നു. It is going to happen in reality, നിത്യതയിൽ, in eternity. അപ്പോൾ ഒന്ന് ചിന്തിച്ചേ. So think about it. ഇത് എവിടെ ആരംഭിച്ച? ഉൽപ്പത്തിയിൽ ആരംഭിച്ചതാ. From where did this begin? It began from Genesis. യേശു കർത്താവ് എന്താ പറഞ്ഞേ? എന്നെ കാണാൻ ലോകം ആഗ്രഹിക്കുന്നു, എങ്കിൽ നോക്ക്, ഞാൻ ആ സഭയിലുണ്ട്. So what did Jesus Christ say? That does the world desire to see me? Then let them look at the church. ഇപ്പൊ ചർച്ച് യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നതാണെങ്കിൽ, so if the church is able to portray Jesus Christ, നിങ്ങളപ്പോ യേശു ക്രിസ്തുവിന്റെ കൂടെ വസിക്കുന്നവരാകണ്ടായോ? so for that you should become the ones who dwell with Jesus Christ. ആത്മാവിൽ, In spirit, രഹസ്യത്തിൽ in secret. നീ കർത്താവിന്റെ കൂടെ വസിക്കണ്ടായോ? You are supposed to dwell with the Lord. പ്രാർത്ഥനാമുറിയിൽ രഹസ്യത്തിൽ വരുന്ന ഒരു കർത്താവുണ്ട്. We know about the Lord who comes to us secretly in our prayer room. അപ്പം യേശു ക്രിസ്തുവിനെ രുചിച്ചറിയാൻ, ദൈവത്തെ അടുത്തറിയാൻ കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റികളും ഉപയോഗിക്കണമെന്നാണ് ഇന്ന് ഈ പ്രസംഗിക്കുന്നതിൻ്റെ ഉദ്ദേശം. So the reason behind this message is that you should utilize every opportunity to experience Jesus Christ and to come near God the Father. എന്തിനാണെന്നറിയോ? Do you know what is the reason? കർത്താവിൻ്റെ കൂടെ വസിക്കുന്ന ഒരു തലമുറ പുറത്തു വരണം. Because a generation should take birth that dwells with the Lord. കർത്താവ് പകർന്ന അനുഗ്രഹത്തിനകത്ത് വസിക്കുന്ന തലമുറയുണ്ട്. There is a generation that dwells with the blessings of the Lord. കർത്താവ് പകർന്ന വിടുതലിനകത്ത് വസിക്കുന്ന ഒരു തലമുറയുണ്ട്. A generation that dwells with the deliverance of the Lord is present. കർത്താവ് കൈമാറിയ നന്മകളിൽ വസിക്കുന്ന ഒരു തലമുറയുണ്ട്. There is already a generation that dwells in the goodness of the Lord. ക്രിസ്തുവിലൂടെ കൈമാറിയത് മുഴുവനും അവകാശമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയുണ്ട്. And there is also a generation that lives their life by inheriting everything that they received through Christ. പക്ഷെ അതിനപ്പുറത്ത്, But beyond that, ദാതാവിന്റെ കൂടെ വസിക്കുന്ന, to dwell with the giver. ഞാൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലാകുന്നെന്ന് വിചാരിക്കുന്നു. I believe that you are able to understand the words that I am using. ദൈവം കൈമാറിയതിന്റെ കൂടെ വസിക്കുന്നതല്ല, Not to dwell with the ones that God gave you, പകരം ദൈവത്തിന്റെ കൂടെ വസിക്കുന്നു. instead dwelling with the Lord. ദൈവം എടുത്തു തന്നതിനകത്ത് വസിക്കുന്നവരല്ല, Not to dwell with the things that God gave to you. പിതാവായ ദൈവത്തിൽ നിന്ന് മേടിച്ച് പുത്രൻ നമുക്ക് തന്നതുണ്ട്, അതിനകത്ത് വസിക്കുന്നവരല്ല. There are things that the Lord took from God the Father and gave it to us, and I am not saying about dwelling with them. അതിനകത്ത് വസിക്കുന്ന അഴുക്കാന്നല്ല പറഞ്ഞ്.
I didn't mean that it is bad to dwell with those things. അത് നല്ലതാ. It is good. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് But this is a greater dimension. ആ തന്നവന്റെ കൂടെ വസിക്കുക. To dwell with the one who gave it to you. Oh mighty Jesus. എത്ര പേർക്ക് മനസ്സിലാകുന്നു? How many of you could understand this? പൗലോസ് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച്. Pay attention to the words of Paul. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എനിക്കറിയാം. I know whom I have believed. കർത്താവിൻ്റെ കൂടെ വസിക്കുന്ന പ്രവാചകൻ പറയാ, അവരോടുകൂടി ഉള്ളതിനേക്കാൾ അധികം എന്നോടുകൂടിയുണ്ട്. The prophet who dwells with the Lord, he says that more than them the Lord is with me. ഒരു സൈന്യം മുഴുവൻ തനിക്ക് നേരെ വരുമ്പോൾ പറയുക, അവരോടുകൂടി ഉള്ളതിനേക്കാൾ അധികം എന്നോടുകൂടിയുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അവിടെ കർത്താവിനെ മാത്രമല്ല, കർത്താവിൻ്റെ മുഴുവൻ സംവിധാനങ്ങളെയും കണ്ടിട്ടാണ് ഇത് പറയുന്നത്. So when an army is coming against the prophet, he says that more than them the Lord is with me. It means he is seeing the entire system of the Lord that is with him. എത്ര പേർക്ക് മനസ്സിലാകുന്നു? How many of you could understand this? എന്താ പൗലോസ് പറഞ്ഞത്? What did Paul say? കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ ദൂതൻ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. Last night the angel of the Lord appeared to me. പക്ഷെ ഉപയോഗിച്ച ടൈം നോക്കണം. So we have to pay attention to the ഞാൻ word that was സേവിച്ചു used. വരുന്ന എൻ്റെ ഉടയവൻ അയച്ച ദൂതൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. So the God who is my maker, whom I serve, the angel of that God appeared to me. പ്രവാചകൻ കർമ്മേലിൽ നിന്നുണ്ടെന്നാ പറഞ്ഞ്. What did prophet say by standing up at the Mount Carmel? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങണം. The fire should come down from heaven. നിങ്ങൾ കത്തിക്കരുത്. You will not put fire to it. മനുഷ്യൻ കത്തിക്കുന്ന തീയല്ല വേണ്ടേ. I don't need a fire that man brings up. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന തീ വേണം. I want the fire that comes from heaven. ഇതൊരു പ്രവാചകൻ പറയണമെങ്കിൽ അവന് ദൈവത്തെക്കുറിച്ചുള്ള കോൺഫിഡൻസ് എന്തുവാ? If a prophet has to say such a statement, we should understand the confidence that he has on the Lord. എന്താ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഈ കോൺഫിഡൻസ് ഇല്ലാത്ത? And why we lack this confidence towards the Lord? നമ്മൾ അവന്റെ കൂടെ വസിച്ചിട്ടില്ല. Because we have not dwelled with him. നമ്മൾ അവന്റെ ശബ്ദത്തെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. Because we haven't recognized his voice. അവന്റെ സാന്നിധ്യത്തെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. We haven't understood his presence as we have. അവന്റെ അഗാപ്പയുടെ ആഴം മനസ്സിലായിട്ടില്ല. We haven't understood the depth of his agape. അവന്റെ കൃപയുടെ ആഴം മനസ്സിലാക്കിയിട്ടില്ല. We haven't understood the depth of his grace. അവൻ നമുക്ക് കൈമാറിയ നീതിയുടെ ആഴം മനസ്സിലായിട്ടില്ല. We haven't understood the depth of his righteousness that he gave us. അതിന്റെ കാരണം എന്താ? What is the reason? നമ്മൾ അന്വേഷിക്കുന്നത് പലതും ക്രിസ്തുവിനെ അല്ല. Because many things that we pursue is not the Christ. നമ്മൾ ഉയരത്തിലുള്ളതല്ല അന്വേഷിക്കുന്നത്. We are not seeking for the things of above. ഉയരത്തിലെ സിസ്റ്റം അല്ല നമ്മൾ ചോദിക്കുന്നത്. We are not asking for the heavenly system. അതുകൊണ്ടല്ലേ യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. That is why while teaching to pray, Jesus says that you seek ye first the kingdom and the righteousness of God. ദൈവാത്മാവ് ഈ ദൂതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. The Holy Spirit is leading us into a very different level. നീ അന്വേഷിക്കുന്നത് മാറ ഈ ദിവസങ്ങളിൽ. Let your way of seeking him change in ദൈവരാജ്യത്തിലേത് കണ്ടെത്താൻ ശ്രമിക്കുക. and desire to seek for the things of the kingdom of God. ക്രിസ്തു പിതാവിൽ നിന്ന് പ്രാപിച്ചത് നമുക്ക് വേണ്ടി കൈമാറിയതെന്തെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. And you desire to seek for the things that Christ took from God the Father and gave it to us as an inheritance. ക്രിസ്തു എന്താണ് പിതാവിൽ നിന്ന് മേടിച്ചത്? So what did Christ take from God the Father and gave it അത് to us? പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രമേ അറിയൂ. And only the Son and the Holy Spirit knows about it. ദൂതന്മാർക്ക് പിതാവ് കൈമാറിയെങ്കിലേ അറിയത്തുള്ളൂ. Only angels can understand only if the God imparts it to them. പക്ഷേ പിതാവ് എല്ലാം പുത്രനെ കൈമാറി കഴിഞ്ഞു. But Father has imparted everything to the Son. ഇപ്പൊ എല്ലാം പുത്രന്റെ ആയില്ല. Now everything is in the hands of Son. പുത്രനുള്ളത് മുഴുവനും അറിയാവുന്ന പരിശുദ്ധാത്മാവിനാ. And it is only the Holy Spirit who knows everything that is with the Son. അപ്പം പുത്രനോടും പരിശുദ്ധാത്മാവിനോടും നമ്മൾ ഇടപഴകിയെങ്കിലേ
നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റൂ. So only when we interact with the Son and the Holy Spirit, then only we can understand things. അപ്പൊ പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് പിതാവ് കൈമാറിയത് എന്തെന്നറിയാൻ പറ്റൂ. So only a person who dwells with the Son and the Holy Spirit can understand the things that we receive from God the അപ്പൊ നീ Father. അന്വേഷിക്കേണ്ടത് എന്താ? So what are you supposed to seek for? ദൈവരാജ്യത്തെ കുറിച്ച് അന്വേഷിക്കുക. You seek for the kingdom of God. അപ്പൊ നീ എന്താ ആദ്യം അന്വേഷിച്ച് തുടങ്ങണ്ടേ? So what should you start seeking for? നീ ആദ്യം നീതി അന്വേഷിച്ചു തുടങ്ങ. You start seeking for His righteousness. പാപിയായ നിനക്ക് ആവശ്യം നീതിയാ. You who are a sinner, you need righteousness. ബലഹീനായ നിനക്ക് ആവശ്യം നീതിയാ. And you who are weak, you need righteousness. തോറ്റവൻ ആവശ്യം നീതിയാ. The one who has failed, he needs righteousness. തകർന്നവൻ ആവശ്യം നീതിയാ. The one who is destroyed, he needs righteousness. ആ നീതി നീ അന്വേഷിക്ക. You seek that righteousness. ആ നീതി നിന്നെ ദൈവരാജ്യത്തിലെത്തിക്കും. And that righteousness will lead you to the kingdom of ആ God. ദൈവരാജ്യത്തിന് ഒരു അധികാരിയുണ്ട്. And there is an authority, a ruler for that kingdom of God. അതിന്റെ പേര് എത്ര? കർത്താവായ യേശു ക്രിസ്തു. And his name is Lord Savior Jesus ആ Christ. ക്രിസ്തുവിനെ നിനക്ക് പരിചയപ്പെടുത്താൻ ദൈവം വെച്ചിരിക്കുന്ന സംവിധാനം ആ പരിശുദ്ധാത്മാവ്. And Holy Spirit is that system who will introduce you to Jesus Christ. അപ്പം ദൈവരാജ്യത്തെ നീ അറിയാൻ ശ്രമിക്കും തോറും പുത്രനായ യേശു ക്രിസ്തു നിനക്ക് തരുന്നതാണ് പരിശുദ്ധാത്മാവ്. So the more you desire to understand the kingdom of God, Holy Spirit gives you more of Jesus Christ. ദൈവരാജ്യത്തെ നീ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ റൂളറായ അധികാരിയായ രാജാവായ കർത്താവായ യേശു ക്രിസ്തു നിനക്ക് അധികമായി പരിശുദ്ധാത്മാവിനെ തരും. The more you try and seek for the kingdom of God, the ruler of that kingdom, that is Jesus Christ, gives you more of Holy Spirit. അപ്പം അതിൻ്റെ അർത്ഥം It means ദൈവരാജ്യത്തിനകത്തു സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങളെ അവകാശമാക്കാൻ നിന്നെ യോഗ്യനാക്കുന്ന ഉത്തരവാദിത്തമാണ് പരിശുദ്ധാത്മാവിനുള്ളത്. so the responsibility of the Holy Spirit is the one who qualifies you to receive everything that is inherited in the kingdom of God. അതുകൊണ്ടാ പറഞ്ഞേ പരിശുദ്ധാത്മാവ് നിന്നെ സകല സത്യത്തിലേക്കും നീതിയിലേക്കും വഴി നടത്തും. That is why it is said that the Holy Spirit will lead you in complete truth and in righteousness. നീതീകരിക്കപ്പെട്ടവനെ ദൈവരാജ്യത്തിൽ കയറാൻ പറ്റൂ. Only the one who is made righteous can enter into the kingdom of ആ God. നീതിയുടെ പൂർത്തീകരണത്തിലേക്ക് നിന്നെ എത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. And Holy Spirit is the one who leads you to the fullness of righteousness. നീതിയായി മാറിയത് കർത്താവായ യേശു ക്രിസ്തു. Jesus Christ was made the അപ്പൊ righteousness. ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് നിനക്ക് അനുഭവിക്കണമെങ്കിൽ And if you have to experience Jesus Christ, ദൈവാത്മാവിന്റെ സഹായം നിനക്ക് വേണം. you need the help of Holy Spirit. അപ്പൊ നീ അനുഭവിക്കേണ്ട നീതി, So the righteousness that you're supposed to experience ദൈവരാജ്യത്തിലെ സ്വാതന്ത്ര്യം, and the freedom in the kingdom of God, അതിന് നിന്നെ യോഗ്യനാക്കുന്ന and the one who qualifies you for that, ദൈവത്വം അത്രേ പരിശുദ്ധാത്മാവ്. and Holy Spirit is that divinity. അപ്പം നീ പരിശുദ്ധാത്മാവിന്റെ കൂടെ വസിക്കാൻ ശ്രമിക്കുക. So you desire to dwell with the Holy Spirit. പരിശുദ്ധാത്മാവ് നീയും കൂടെ കൈകോർക്കുമ്പോൾ നീ ക്രിസ്തുവിന്റെ കൂടെ വസിക്കാൻ തുടങ്ങും. So when you and Holy Spirit hold hand in hand, by that way you will start dwelling with Jesus Christ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? How many of you could understand this? ഇതാണ് നമുക്ക് അടുത്ത തലമുറയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ട തലങ്ങളാണ്. These are the realms that we have to understand when we learn more about the next generation. അപ്പൊ ദൈവം നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കും. The God desires to dwell with us. അതുകൊണ്ടാണ് നിങ്ങൾ ഉൽപ്പത്തി നോക്കിക്കേ. So see in the book of Genesis, നമ്മുടെ കൂടെ സമയം ചെലവഴിക്കാൻ, നമ്മുടെ ആദ്യ പിതാവായ ആദമിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ വന്ന ഒരു ദിവസം ആദമിനെ കാണാൻ കഴിഞ്ഞില്ല ദൈവത്തിന്. So one day when God came to visit our first father, that is Adam, he couldn't find Adam. ദൈവത്തിന് അറിയാൻ വയ്യഞ്ഞിട്ടില്ല. It is not because God didn't knew where he was, ദൈവം ചോദിക്കുക, ആദമേ നീ എവിടെയാ? but God still asked Adam, where are you? അതിന്റെ അർത്ഥം It means
ഞാൻ എത്തിയപ്പോൾ നിന്നെ കാണാൻ കഴിയാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. When I came to visit you, I am sad that I couldn't find you. ദൈവത്തെ കാണാനുള്ള, ദൈവത്തെ അനുഭവിക്കാനുള്ള, ദൈവത്തെ രുചിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് രക്തം ചെയ്യ സംവിധാനമായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടും നിനക്കവനെ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, നീ എവിടെയാ? Holy Spirit is given to us so that we can experience Him, so that we can feel Him, so that we can taste Him. But still, if you are not able to experience Him, the Lord asks you, where are you? ഞാൻ പലപ്പോഴും വായിച്ചിട്ടുള്ള ആ വാക്യം ഒന്നുകൂടെ നിങ്ങൾക്ക് തരികയാണ്. I am once again giving you that scripture portion that I have read 1 കൊരിന്ത്യയ ലേഖനം 1 Corinthians ചാപ്റ്റർ 2 രണ്ടാമത്തെ അധ്യായം chapter 2 അതിൻ്റെ 9-10 വാക്യങ്ങൾ. 1 Corinthians chapter 2 verses 9 and 10. ഞാൻ വായിക്കാതെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. That is what the scriptures mean when they say, no eye has seen, no ear has heard, and no mind has imagined what God has prepared for those who love Him. But it was to us that God revealed these things by His Spirit, for His Spirit searches out everything and shows us God's deep secrets. 12 വാക്യം പറയുന്നു, Verse 12 says, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയതറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. and we have received God's Spirit, not the world's spirit, so we can know the wonderful things God has freely given us. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, So pay attention. ദൈവം നമുക്ക് നൽകിയത് മുഴുവനും അറിയുവാനായി ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നു. God gave us the Spirit of God so that we can know the things that God has freely given us. ഇതാണ് ഉൽപ്പത്തിയിലെ സംഭവിച്ചത്. This is what happened in Genesis. ആദമിന് എന്തെല്ലാം നൽകിയോ Everything that was given to അത് Adam, മുഴുവൻ അറിവാനായി ദൈവത്തിന്റെ ആത്മാവിന് കൊടുത്തു. and the Lord gave him the God gave him the Spirit of God so that he can understand all of them. അതുകൊണ്ട് അവിടെ പറഞ്ഞേക്കുന്നത്, ദൈവം മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ളവനായെന്നല്ല എഴുതിയിരിക്കുന്നത്, ജീവനുള്ള ദേഹിയായി. That is why in the scripture when it says that when the Lord breathed into his nostrils, it doesn't say that he got up as a body, but it is said that he got up as a soul that has life. ലിവിങ് സോൾ ഉള്ളവനായി മാറി. The one who had a living soul. ജീവനുള്ള ആത്മാവുള്ളവനായി. It means the one who carries a soul of life, a living soul. ലൈഫ് ആരാ? ക്രിസ്തു. Who is the life there? It is Christ. അപ്പം ക്രൈസ്റ്റും ആത്മാവും കൂടെ ഒരുമിച്ച് വസിക്കുന്ന ഒരു വ്യക്തിത്വമായി ആദം മാറി. So Adam became a person in whom life, that is Christ and Holy Spirit, were dwelling together. അപ്പം ദൈവത്തിലുള്ളത് മുഴുവൻ അറിവാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു. So he had the ability where he could understand everything that is in God. അതുകൊണ്ട് ദൈവം എന്തെടുത്തു? എന്നും അവന്റെ കൂടെ വസിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. So what did God do? God desired to dwell with him every day. അപ്പോൾ അതിന്റെ അർത്ഥം, It means നീ എന്തറിയുന്നെങ്കിലും അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അറിയണം. so everything that you try to understand, you should understand it in the presence of the Lord. അതുകൊണ്ടാണ് നിന്റെ കൂടെ അവൻ വസിക്കാൻ ആഗ്രഹിക്കുന്നത്. That is why he desires to dwell with you. പരിശുദ്ധാത്മാവ് പറയുന്നു, The Holy Spirit says, ദൈവത്തിലുള്ളത് മുഴുവൻ അറിവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നിനക്ക് തന്നു. the Spirit of God is given to you so that you can understand everything that is in God. അപ്പൊ ആത്മാവ് എങ്ങനെ വന്ന് നമ്മുടെ അകത്ത്? How did the Spirit of God come in us? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലോട്ട് വന്ന് ആ വാക്യം കൂടെ വായിക്കുമ്പോൾ ഇച്ചിരി ക്ലിയർ. Let us turn our attention to John chapter 14.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ when we read from in John chapter 14 verses 16 onwards, നമുക്കത് കാണാൻ കഴിയും. we can see that. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, യേശു കർത്താവ് പറയാ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. And Jesus Christ is saying, and I will ask the Father and he will give you another advocate who will never leave you. അടുത്ത വാക്യം ശ്രദ്ധിച്ച്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനെ അവന് ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. See verse 17, he is the Holy Spirit who leads into all truth. The world cannot receive him because it isn't looking for him and doesn't recognize him, but you know him because he lives with you now and later will be in you. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ എന്താ വായിച്ചത്? What did we read in 1 Corinthians? ദൈവത്തിലുള്ളത് മുഴുവനും ദൈവം നിനക്ക് നൽകിയത് മുഴുവനും നിനക്കറിയാൻ വേണ്ടി ദൈവം ദൈവത്തിൻ്റെ ആത്മാവിനെ നിനക്ക് തന്നു. The Lord gave his spirit so that you can understand everything that God has given freely to you. ആ ആത്മാവ് എങ്ങനെ തന്നെന്നാ പറഞ്ഞത്? And- എന്നും നിന്നോട് കൂടി ഇരിക്കാനും നിന്നിൽ വസിക്കാനും തന്നു. And how was that spirit given to you? So that it can dwell with you every day. അങ്ങനെയെങ്കിൽ If it is so, ആത്മാവ് അറിയാതെ നീ ഒന്നും അറിയാൻ ശ്രമിക്കരുത്. so without the help of the Holy Spirit, you should not try to understand anything. ആത്മാവിന്റെ സഹായമില്ലാതെ നീ ഒന്നും അറിയാൻ ശ്രമിക്കരുത്. You should not try to understand anything without the help of the Holy Spirit. ദൈവാത്മാവിന്റെ അനുവാദമില്ലാതെ ഒന്നും അറിയാൻ ശ്രമിക്കരുത്. And without the permission of the Holy Spirit, you should not try to understand anything. സിംപിളി പറഞ്ഞാൽ, ദൈവത്തെ കൂടാതെ അറിയാൻ നീ ശ്രമിച്ചാൽ നീ തകർന്നിരിക്കും. In simple words, if say that without God, if you try to understand anything, you will end in destruction. ഇതാണ് ആദമിന് പറ്റിയ കുഴപ്പം. This is what happened with Adam. ഇതാണ് ഹവ്വയ്ക്ക് പറ്റിയ കുഴപ്പം. This is the problem that happened with Eve. ദൈവത്തെ കൂടാതെ, ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നീ അറിയാൻ ശ്രമിക്കുന്നതല്ല ഉയരത്തിലേതല്ല. So without the permission and the presence of the Lord, the things that you try to understand, it is not the things from above. ദൈവത്തെ കൂടാതെ നീ എന്തോ അറിയാൻ ശ്രമിച്ചാലും അതെല്ലാം നിന്നെ ചതിയിലെത്തിക്കും. So without the presence of the Lord, if you try to understand anything, it will lead you into deceit. സത്യത്തിൽ ദൈവത്തിൻ്റെ പല മണ്ഡലങ്ങളും അറിയാത്തത് കൊണ്ടല്ലേ ദൂതൻ വെട്ടേറ്റപ്പെട്ട് സാത്താനായി മാറി. In truth, just because the angel didn't know many realms of God, that is why he was cut off from heaven and become Satan. ഞാൻ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം. I would like to tell you one thing very clearly. ദൈവത്തിൻ്റെ പ്രവാചകൻ അറിയുന്ന അത്രയും പോലും കാര്യങ്ങൾ ദൂതന്മാർക്ക് അറിയത്തില്ല. The things that the prophet of God know, even that knowledge is not available for the angels of the God. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാനെ കുറിച്ച് പ്രവചിച്ച പ്രവചനം അന്ന് ദൂതൻ അറിയത്തില്ല. The prophecy that was said about John 100 years back, even the angel doesn't know it. അത് ദൈവം ദൂതന് കൈമാറുമ്പോഴേ അത് ദൂതൻ അറിയത്തുള്ളൂ. The angel knows it only when the God imparts it to him. ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ഗതികേട്. This is the worst situation that Satan has to face. ദൈവം നിനക്ക് കൈമാറുന്ന ആത്മാവിൽ കൈമാറുന്നത് ഒന്നും അറിയാൻ ഈ പിശാചിന് പറ്റത്തില്ല. Satan can never understand those things that the Lord imparts into you through spirit. ആത്മാവിൽ കൈമാറിയതൊക്കെ നീ പറയാതെ അവൻ അറിയത്തില്ല. And everything that was deposited you in spirit, unless and until you confess, Satan cannot understand. അതുകൊണ്ടാണ് ഹവ്വയോട് ചോദിക്കുന്നത്. That is why he asked Eve, നിന്റെ വാ കൊണ്ട് അത് പറയണം. with your mouth you should confess it. എങ്കിലേ അത് അവന് മനസ്സിലാവൂ. Then only he can understand it. അല്ലെങ്കിൽ ദൈവം അത് പറയണം. Or God has to say it. ദൂതന് മനസ്സിലാകണമെങ്കിൽ ദൈവം പറയണം. If the angel has to understand, God has to say it. അല്ലെങ്കിൽ നമ്മൾ പറയണം.
or we have to tell it to them. അതുകൊണ്ടാണ് ദൈവം നമ്മൾക്ക് ദൂതന്മാരെ സേവകാൽ മക്കളായി തന്നേക്കും. That is why God has appointed angels as our serving ministers. ഒരു ദൂതനും പ്രവാചകനല്ല, No angel is a prophet. അവൻ മെസ്സഞ്ചറാ. They are messengers. ദൈവത്തിന്റെ മക്കൾക്ക് പ്രവാചകനാകാൻ പറ്റൂ. Only the children of God can become prophets. നമ്മുടെ പദവി ഒന്ന് ഓർക്കപ്പം. So think about the greatness of the position that we received. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? How many of you can understand this? ദൂതനിൽ ആത്മാവ് വസിക്കുന്നില്ല. The spirit doesn't dwell in the angel, ആത്മാവ് വസിച്ചിടത്ത് വസിക്കുന്നു ദൂതൻ. but where the spirit dwells, the angel dwells there. യേശു ഇരിക്കുന്നിടത്ത് ദൂതൻ വസിക്കുന്നു. Angel dwells where Jesus Christ is seated, പക്ഷേ ഏഞ്ചലിനകത്ത് ക്രിസ്തു വസിക്കുന്നില്ല. but Jesus Christ doesn't dwell in the angel. പക്ഷെ നീ ഉള്ളിടത്ത് ദൂതന് വരാൻ പറ്റും. But angel can come to the place where you are. അതെന്തുകൊണ്ടാ? Do you know what is the reason? നിന്നിൽ കർത്താവ് ഉള്ളതുകൊണ്ട്. Because the Lord is in you. നിന്റെ ദേശത്ത് ദൂതൻ വരുന്നത് എന്തുകൊണ്ടാ? Do you know why angel comes to your നിന്റെ place? അകത്ത് കർത്താവ് ഉള്ളതുകൊണ്ട്. Because the Lord is in you. ഇപ്പൊ മനസ്സിലായോ പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം? Now do you understand what Paul കഴിഞ്ഞ meant? രാത്രി Last night, എന്റെ ഉടയവനും My- ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. it means the Paul is saying that the God who is my creator and whom I serve, his angel appeared to me last night. It means he's saying just because God is in me, his angel has to come to me. അപ്പൊ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാ ദൂതൻ കേൾക്കുന്നത്? So what is the reason that what I say the angel has to obey? ഞാൻ പറയുന്നത് ഒരു സെർവന്റിനെ പോലെ ദൂതൻ എന്തുകൊണ്ടാ ചെയ്യുന്നത്? And why is angel operating or doing things that I say and he's doing it as a servant? എന്റെ അകത്ത് കർത്താവ് ഉള്ളതുകൊണ്ട്. Because the Lord is in me. കർത്താവില്ലാത്തവൻ പറഞ്ഞു നോക്ക, ദൂതൻ മൈൻഡ് ചെയ്യത്തില്ല. If anyone who doesn't has the Lord in them, if he says anything to the angel won't do ഒന്നുകൂടെ ഞാൻ anything. പറഞ്ഞു, കർത്താവുമായിട്ട് കണക്ഷൻ ഇല്ലാത്തവൻ ഒന്ന് പറഞ്ഞു നോക്ക, ദൂതൻ അവിടെ മൈൻഡ് ചെയ്യത്തില്ല. I will make it more clear. If anyone who has no relationship with the Lord and if he commands angel to do anything, the angel won't do anything. അപ്പൊ ഇപ്പോൾ മനസ്സിലാക്ക, So now understand, നിന്റെ കൂടെ ദൈവം വസിച്ചാൽ, if God dwells with you, നിന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ, if the Lord is with you, നീ കർത്താവിന്റെ കൂടെ വസിക്കുന്നെങ്കിൽ, and if you are dwelling with the Lord, ദൂതന്മാർ നിനക്ക് സെർവന്റ് ആയിട്ട് കാണും. angels will be available for you as servants. ഞാൻ ഒന്നുകൂടെ ആഴത്തി പറയട്ടെ, In more depth, I would like to say, ദൈവത്തെ കൂടാതെ നമുക്കൊന്നും അറിയണ്ട. without God we do not want to understand anything. ദൈവത്തിന്റെ അനുവാദമില്ലാതെ നമുക്കൊന്നും അറിയണ്ട. Without the permission of God we do not want to understand anything. ദൈവം അനുവദിക്കാത്തതൊന്നും നമുക്കറിയണ്ട. And things that God doesn't permit, we don't want to know those things. എന്താ കാരണം? What is the reason? ദൈവത്തെ കൂടാതെ അറിയുന്നതെല്ലാം ചതിയാ. Everything that we try to understand without the presence of God will lead us into deceit. അതൊരു ഉപായമാ. It is a deceit. അതൊരു ഉപായമാ. It is a deceit. ദൂതന്റെ വേഷം കെട്ടി നിന്നെ ഉപായത്താൽ ചതിക്കാൻ അവൻ വരും. He will come near to you in the form of an angel and would try to deceive you. കാരണം അവൻ വെളിച്ച ദൂതന്റെ വേഷം കെട്ടുന്നവനാ. Because he is the one who takes the form of that angel of light. പക്ഷെ ക്രിസ്തു അകത്തുള്ളവൻ പറയും, എനിക്ക് സെർവന്റ് ദൂതൻ. But the one who has Christ in him, he will say that this angel is a servant to me. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? How many of you can understand this? അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വചനം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, So as I conclude my words with this word, നിങ്ങൾ ദൈവത്തോട് അന്വേഷിക്കുക. you start seeking from the Lord. ദൈവത്തോട് ആഴമായി ചോദിക്കുക. And you ask it to the Lord from depth. നീ ആഴത്തിൽ അന്വേഷിക്കുക. You seek this deeply. കർത്താവേ, എനിക്ക് അങ്ങയുടെ കൂടെ വസിക്കണം. Lord, I want to dwell with you. എനിക്ക് അങ്ങേ അനുഭവിക്കത്തക്കണം. In a way that I could experience you. എനിക്ക് അങ്ങേ രുചിക്കത്തക്കണം. In a way that I can taste you. എനിക്ക് അങ്ങേ
രക്തം ചെയ്യും റെക്കഗ്നൈസ് ചെയ്യത്ത in a way that I can recognize you. എനിക്ക് അങ്ങയുടെ കൂടെ വസിക്കണം. I want to dwell with you, Lord. അങ്ങയുടെ രാജ്യത്തിൽ In your kingdom, എനിക്ക് വസിക്കണം. I want to dwell, Lord. ഞാൻ വസിക്കുന്നിടം അങ്ങയുടെ രാജ്യമായി മാറണം. Lord, where I dwell, let it become the place where your kingdom is revealed. നീ കർത്തൃത്വം നടത്തുന്ന, നീ റൂൾ ചെയ്യുന്ന, The place where യേശുവപ്പച്ച നീ ഭരണം നടത്തുന്ന രാജ്യമായി ഞാനായിരിക്കുന്നിടം മാറണം. Lord, the kingdom where you are the ruler, where you are the king, the place where I dwell, let that kingdom be established. അതിന് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം. And Holy Spirit, please help me for that. സകല സത്യത്തിലും നീതിയിലും കൂടെ എന്നെ ആ രാജ്യത്തിലാക്കണം. Lord, you place me and establish me in that kingdom with all truth and in righteousness. ദൈവം എനിക്ക് എന്തൊക്കെ കൈമാറിയോ, Everything that God has given to me, ദൈവം എനിക്ക് എന്തൊക്കെ നൽകിയോ, and everything that God has given me, അതറിയാൻ ഒരു ആത്മാവിനെ എനിക്ക് തന്നിട്ടില്ലേ? and you have given me a spirit so that I can understand those things. ആ ആത്മാവ് എൻ്റെ കൂടെ എപ്പോഴും ഇല്ലേ? And that spirit is always with me. എനിക്കതുകൊണ്ട് എൻ്റെ യേശുവിനെ അറിഞ്ഞ്, എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തെ അറിഞ്ഞ്, എൻ്റെ യേശുവിനെ രുചിച്ച് എനിക്ക് ജീവിക്കണം. So I want to understand the presence of the Lord. I want to taste my Father and dwell with my Lord every moment. എൻ്റെ മറുമലകൾ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. Lord, I do not want to lose my transfiguration mountain. എൻ്റെ സീനായി എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. I do not want to lose my Mount Sinai. എൻ്റെ കർമ്മേൽ എനിക്ക് നഷ്ടപ്പെടാൻ I do പാടില്ല. not want to lose my Carmel. എൻ്റെ ഹോരേബ് എനിക്ക് നഷ്ടപ്പെടാൻ I പാടില്ല. do not want to lose my Horeb. എൻ്റെ മോറിയ എനിക്ക് നഷ്ടപ്പെടാൻ I do പാടില്ല. not want to lose my Moriah. ഞാനും എൻ്റെ ദൈവവും കൂടെ ചെലവിടുന്ന നിമിഷങ്ങൾ, The moment where I spend my time with the Lord, ഞാനും എൻ്റെ ദൈവവും കൂടെ വസിക്കുന്ന നിമിഷങ്ങൾ, the moment where I and my God dwell together, എനിക്കത് നഷ്ടപ്പെടാൻ പാടില്ല. I do not want to lose them, O Father. എൻ്റെ ദൈവം എന്നോട് നീ എവിടെ നീ ചോദിക്കാൻ ഇടയാകാൻ പാടില്ല. It should never happen where my God asks, where are you? ദൈവം എവിടെ നിൽക്കുന്നോ അവിടെ അവനോടൊപ്പം ചേർന്ന് നിൽക്കാൻ എന്നെ പണിയണമേ. Lord, you build me in a way so that I can be present there where my God is already stepped. യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നിടത്ത് നിൽക്കാൻ എന്നെ ട്രെയിൻ ചെയ്യണമേ. Lord, you train me in a way where I can be with my Lord where Jesus Christ is. യേശു ഇപ്പോൾ എവിടെ ആഗ്രഹിക്കുന്നു അവിടെ നിൽക്കാൻ എന്നെ ട്രെയിൻ ചെയ്യണമേ. Lord, you train me so that I can be with Jesus Christ where he desires me to be. ചില വർഷങ്ങൾക്ക് മുമ്പ് നിൽക്കേണ്ടിടത്ത് ഞാൻ ഇപ്പോഴും നിൽക്കുന്നു. Lord, I am still in that place where I should have been years ago. പക്ഷേ എനിക്കത് പോരാ. But it is not enough for എൻ്റെ me. വേഗത വർദ്ധിപ്പിച്ചാണ്. Lord, increase my speed. എൻ്റെ കൊതി വർദ്ധിപ്പിച്ചു. Lord, increase my hunger. എനിക്ക് അങ്ങയെക്കുറിച്ചുള്ള ആ ഇഷ്ടം വർദ്ധിപ്പിച്ചു. Lord, increase my love, desire for you. ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നിടത്ത് നിൽക്കാൻ എന്നെ ഏൽപ്പിച്ചു. Lord, I surrender myself so that I can be at that place where my God desires me to be today. കർത്താവ് പറയുന്ന ലാപ്പ്, കർത്താവ് പറയുന്ന ആ ഓട്ടം, കർത്താവ് ആഗ്രഹിക്കുന്ന വേഗതയിൽ ഓടാൻ എന്നെ ശീലിപ്പിച്ചാണ്. Lord, train me so that I can run the lap in the speed that my God desires me to do today. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. Let all eyes be closed. കർത്താവേ, Lord, ഞങ്ങളെ നിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു. we surrender ourselves unto thee. അങ്ങയുടെ കൂടെ വസിക്കുന്ന ഒരു തലമുറ, A generation that dwells with you. അങ്ങേ അറിഞ്ഞ് അങ്ങയുടെ കൂടെ വസിക്കുന്ന, A generation that knows you and dwells with you. അങ്ങേ അനുഭവിച്ച് അങ്ങയുടെ കൂടെ വസിക്കുന്ന, A generation that experiences you and dwells with അങ്ങേ you. കണ്ട് അങ്ങയുടെ കൂടെ വസിക്കുന്ന A generation that sees you and dwells with you. ഒരു തലമുറയാക്കി ഞങ്ങളെ മാറ്റണം. You turn us to be such a generation. അതിനായി ഞങ്ങളെ സമർപ്പിക്കും. For that we surrender ourselves. പ്രാർത്ഥന കേട്ടതിന് Thank you for hearing our prayer. മഹത്വം അങ്ങേക്ക്. Glory to you, Lord. യേശുവിൻ നാമത്തിൽ. In Jesus Christ's name we pray. Amen. കർത്താവ് ദൈവജനമേ നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുക. Children of God, the Lord is shifting you. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കൂട്ടിമുട്ടലുകൾ വർദ്ധിക്കാൻ പോവാം. It means your encounters are going to increase. നീയും കർത്താവും കൂടെ പ്ലാൻ ചെയ്യാൻ പോവാ കാര്യങ്ങൾ. You and God are going to plan things out. നീയും യേശു കർത്താവും കൂടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പോവാ. You and Lord Jesus Christ are going to plan things out. ക്രിസ്തുവിൻ്റെ പ്ലാൻ, ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾ
പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തിത്വമായി നീ മാറാൻ പോവാ. You are going to be a person who will fulfill the plans of Christ. നിനക്കെതിരെ പിശാച് ഒരുക്കിയ മുഴുവൻ പ്ലാനുകളും പൊളിയുന്നത് നീ ക്രിസ്തുവിൻ്റെ പ്ലാൻ നിവർത്തിക്കുമ്പോഴാണ്. Every plan of the enemy against you is destroyed when you fulfill the plans of Christ. ഞാൻ എൻ്റെ കാതുകൊണ്ട് കേൾക്കുന്നു, I hear this in my ear. മസ്കറ്റ് പിശാചിന്റെ പ്ലാൻ പൊളിയാൻ പോവാ. Muscat, the plans of the enemy are going to be destroyed. കർത്താവിന്റെ പ്ലാൻ നിങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പോവാ. You are going to fulfill the plans of the Lord. ദൈവത്തിന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന തരത്തിൽ കർത്താവ് നിങ്ങളിലൂടെ ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കാൻ പോവാ. God is going to fulfill his plans through you that will bring comfort to the heart of the Lord. അതിനായി നമുക്ക് ഒരുങ്ങാം. So let us get prepared for it. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May the Lord bless you. God bless you all.